ആയി കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ഇതെന്താണ്, കാരണം സബ്സ്ക്രൈബേഴ്സ് ആവും, അതേപോലെ സബ്സ്ക്രൈബേഴ്സ് കട്ടായി പോകും. അതെന്താ അങ്ങനെയെന്നുള്ളത് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എനിക്ക് വിഷമം. അപ്പോൾ നമുക്കിന്ന് ഈ പുതിയ ക്രിയേറ്റേഴ്സിനെല്ലാം ഉണ്ടാകുന്ന ഒരു വിഷമമാണ്. സബ്സ്ക്രൈബേഴ്സ് ആവുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഡെയിലി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഡെയിലി അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടുമ്പോൾ യൂട്യൂബ് വെരിഫൈ ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു വിഷമമാണ്. അപ്പോൾ എല്ലാവരും ആലോചിക്കാറുണ്ട് അതെന്താ. ഞാനിപ്പോൾ ഇങ്ങനൊരു ക്രിയേറ്റേഴ്സിന് വേണ്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താണെന്നറിയോ? എനിക്കറിയാവുന്ന ഒരു ചെറിയ കാര്യം പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്, ഞാൻ യൂട്യൂബിൽ ഒരു പോസ്റ്റ് കണ്ടു, ഒരു ചാനലിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. ഭയങ്കര വിഷമം വരുന്നത്, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയത് അത്രയും പോയി, ഡെയിലി എങ്ങനെയാണ്, എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ വിഷമിക്കുന്ന കുറേ പേര് കാണും, ഞാനും ഇങ്ങനെ കുറേ വിഷമിച്ചില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെറിയ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയാമെന്ന് വിചാരിച്ചത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, നമ്മളെന്നും കുക്കിംഗ് ബ്ലോഗൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതാ രാവിലെ ആയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കാൻ ഇഷ്ടമാണോ? കിളികളുടെ സൗണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീക്കിലി എത്ര പ്രാവശ്യം ലോങ് ഇടാൻ പറ്റും അത്രയും പ്രാവശ്യം ലോങ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. അത് മാത്രം ചെയ്താൽ മതി, നമുക്ക് വ്യൂസ് കയറിക്കോളും, സബ്സ്ക്രൈബർഷിപ്പ് കൂടിക്കോളും, എല്ലാം അതിൻ്റെ ബാക്കപ്പിൽ നടന്നോളും. നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യം ചെയ്യാൻ മാത്രം ചെയ്താൽ നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കത് ഭയങ്കര ഡൗൺ ആയി പോകും. അതുകൊണ്ട് ആ ഏരിയയിലോട്ടേ പോകരുത്. നിങ്ങൾ ഷോർട്സ് ഇടുക, വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ നാച്ചുറലായിട്ട് ഏതെങ്കിലും ഒരു ഷോർട്സ് ക്ലിക്ക് ചെയ്താൽ തന്നെ സബ്സ്ക്രൈബർഷിപ്പ് കയറിക്കോളും. ഇപ്പോൾ എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണെന്ന് മനസ്സിലായപ്പോൾ എല്ലാവർക്കും പറഞ്ഞുതരാമെന്ന് വിചാരിച്ചേട്ടോ. എന്താ നമുക്ക് ഞാനും ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് എത്ര ഡേയ്സായി? മെയ് 30 ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മെയ് ലാസ്റ്റ് എന്താണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് 3-4 ഡേയ്സ് ആയപ്പോഴാണ് വീഡിയോസ് എല്ലാം ഇട്ട് തുടങ്ങി. അപ്പോൾ ഇട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കും സബ്സ്ക്രൈബേഴ്സായൊക്കെ ഇങ്ങനെയാണോ യൂട്യൂബ്, കാരണം നമുക്ക് ആകുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ കുറഞ്ഞ് പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് എങ്ങനെ ആ ടാർഗറ്റിൽ എത്താൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അങ്ങനെ ഞാനും കുറേ വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന യൂട്യൂബിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അവരോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അങ്ങനെയൊന്നുമല്ല. ആക്ച്വലി നമുക്ക് ഒറിജിനലായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും പോകില്ല. കാരണം നമ്മളുടെ വീഡിയോസ് കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അവരൊരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. പിന്നെ എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് പോകുന്നതെന്ന് വെച്ചാൽ 4 രീതിയിലാണ് സബ്സ്ക്രൈബേഴ്സ് പോകുന്നത്. ഒന്നറിയാലോ, ഈ വ്യൂവേഴ്സ് തന്നെ ഇഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ വീഡിയോസ് ഒന്നും കാണാതെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക, അതൊരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എങ്ങനെയാണെന്ന്, സ്പാം നേച്ചറിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സബ് സ്കീംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതിലൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വരുന്ന സബ്സ്ക്രൈബേഴ്സ്. അത് യൂട്യൂബിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് അവർ 2-3 ഡേയ്സിനുള്ളിൽ അത് കട്ട് ചെയ്ത് കളയും. പിന്നെ വരുന്നത് നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ടൊക്കെ ഉള്ളവർ, ഗൂഗിൾ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവരുടെ സബ്സ്ക്രൈബർഷിപ്പ് കിട്ടില്ല. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് വഴി പോകുന്ന സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അടുത്ത കാറ്റഗറി എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബ് ഫിൽറ്റർ ചെയ്യുക എന്ന് വെച്ചാൽ ഫെയർ ആയിട്ടുള്ള സബ്സ്ക്രൈബർഷിപ്പ് മാത്രമേ യൂട്യൂബ് അക്കൗണ്ടിൽ വെക്കത്തുള്ളൂ. അപ്പോൾ യൂട്യൂബ് എപ്പോഴും വെരിഫൈ ചെയ്യും എന്തെങ്കിലും എന്ന് വെച്ചാൽ നമ്മളുടെ ചാനലും നമ്മളെ കാണാൻ വരുന്ന വ്യൂവേഴ്സ് അവർ രണ്ടുപേരും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഫെയർ ആയിട്ട് നമ്മുടെ ചാനലിൽ പോകണം. അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ള എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് മാറ്റിയിട്ട് വരുന്ന സബ്സ്ക്രിപ്ഷൻസോ വയലേറ്റ് ചെയ്തിട്ട് വരുന്ന സബ്സ്ക്രിപ്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കളയും. ഇങ്ങനെയാണ് നമ്മുടെ സബ്സ്ക്രൈബർഷിപ്പ് പോകുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കിച്ചൺ ഗാർഡൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് വെച്ച്. ഇതൊക്കെ നോക്കുന്നത് ഞാനല്ല കേട്ടോ, അച്ഛനാണ് ഇതെല്ലാം നോക്കുകയും.
അതെയാ ഇത്